ഇപ്പോൾ ഋഷികേശിലെ ഗീതാ ഭവനിലാണ് നിൽക്കുന്നത്. ഇവിടെ ലക്ഷ്മി നാരായണൻ്റെ മന്ദിരമുണ്ട്. അതേപോലെ ഗീത പ്രസ് ഗോരഖ്പൂരിൻ്റെ ഏരിയ ആണിത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരു ആശ്രമം പോലെ ഒരു സിസ്റ്റമാണ്. ഇവിടെ അക്കോമഡേഷനൊക്കെ ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കാണാൻ നമുക്ക് ഗാർഡൻ എല്ലാം നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ ഇവിടെ ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിച്ചത് ഇവിടുത്തെ ഭോജനാലയം എന്ന് പറയുന്ന ഒരു ആശ്രമത്തിൻ്റെ തന്നെ റെസ്റ്റോറൻറ്റ് പോലെ കാഫറ്റീരിയ പോലെ ഒരു സ്ഥലത്താണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഋഷികേശിലും ഹരിദ്വാറിലൊക്കെ വന്നതിന് ശേഷം ഒരു കാര്യം ഞങ്ങൾ നോട്ട് ചെയ്തത് ഡൈനിങ്ങിനൊക്കെ ഓപ്ഷൻസ് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ സാധാരണഗതിക്ക് നമ്മൾ പുറത്തൊക്കെ ഹോട്ടലിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ തന്നെ ഉള്ളതിൽ വെച്ചിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡൈനിങ് ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ ആശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ നമ്മൾ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ ഒരു മീലിന് 50 ഉറുപ്പികയുള്ളൂ. അതേപോലെ അൺലിമിറ്റഡ് ഫുഡാണ്, നല്ല സാത്വിക ആഹാരമാണ്. അപ്പോൾ ഈ ഋഷികേശ് ഏരിയയിലൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലഞ്ചിൻ്റെയൊക്കെ സമയത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാം. അതേപോലെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ വിളമ്പണ സമയത്ത് നാമം ജപിച്ചിട്ടാണ്, രാമനാമം ജപിച്ചിട്ടാണ് അവർ വിളമ്പണത്. അതേപോലെ അൺലിമിറ്റഡ് ഫുഡാണ്, നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ വയറ് നിറയോളം കഴിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ദാനം ചെയ്യല്ലേ, അപ്പോൾ ഇവിടെ ഇങ്ങനെ പലരും വരുന്നുണ്ടാവും, എല്ലാവർക്കും ഇങ്ങനെ അവർ ഫുഡ് കൊടുക്കുന്നതാണ്. അത് കൂപ്പൺ ആണെങ്കിലും മിനിമൽ ഫെയർ ആണ്. അപ്പോൾ എന്തെങ്കിലും അവിടെ ഒരു സമർപ്പണം പോലെ ചെയ്യാം, വേറുള്ളവർക്കും ഇങ്ങനെ അന്നദാനത്തിനുള്ള അർത്ഥത്തിലെന്ന് വിചാരിച്ച് കൊടുക്കാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഒന്നും വേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും സമർപ്പിക്കണമെങ്കിൽ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ഇതൊന്നും ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണം വളരെ മനസ്സിനൊരു സംതൃപ്തി തോന്നി. ഭക്ഷണം വയറ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു എന്ന് പറയുമല്ലോ, അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. എന്തായാലും എല്ലാവരും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. അതേപോലെ ഉച്ച സമയത്തൊക്കെ വരുന്ന സമയത്ത് ഇവിടുന്ന് ഫുഡും നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. ഹരേ കൃഷ്ണ. നല്ല ഭംഗിയുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. ഈ മുന്നിൽ കാണുന്ന വൃക്ഷം അവർ പറയണത് രുദ്രാക്ഷത്തിൻ്റെ വൃക്ഷമാണെന്നാണ് പറയണത്. ഇവിടെ എൻട്രൻസ് ഉണ്ട്, ലക്ഷ്മി നാരായൺ മന്ദിറുണ്ട്. പുറത്തും അതേ ഗീത പ്രസിൻ്റെ തന്നെ ഒരു ലക്ഷ്മി നാരായൺ മന്ദിറുണ്ട്. അവിടെ നമ്മൾ ദൂരത്ത് കാണുന്ന ഈ ചുമരുമേൽ എഴുതി വെച്ചിട്ടുള്ളതെല്ലാം ഗീതയിലെ വാചകങ്ങളാണ്, ഗീതയിലെ ശ്ലോകങ്ങളാണ്. അതേപോലെ കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അത് ഗംഗയുടെ ഘാട്ടുണ്ട്, ആരത്തി നടക്കുന്ന സ്ഥലം. അവിടെ നല്ല ഭംഗിയാണ്. ഗംഗ കാലൊക്കെ ഞങ്ങൾ ഇറക്കി കുറേ നേരം ആ വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്നു, കുറേ നേരം നല്ല രസമുണ്ടായിരുന്നു. ഈ ഉച്ച സമയത്ത് നമ്മൾ ആ ഭാഗത്ത് പോകുമ്പോൾ വെയിലുണ്ടെന്നുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റാണ്, നദിയുടെ ആ ഭാഗമായത് കാരണം. പിന്നെ വെള്ളത്തിന് നല്ല തണുപ്പാണ്, ഒഴുക്കൊന്നും അധികമില്ല. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ്. തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടതാണ് ഋഷികേശിൽ വരുന്ന സമയത്ത്.